പണത്തിനെ വലിയൊരു പ്രശ്നമായിട്ട് കാണുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. എസ്പെഷ്യലി ഈ മതപരമായ കണ്ടീഷനിങ്ങും അല്ലെങ്കിൽ കൾച്ചറലായിട്ടുള്ള പല കണ്ടീഷനിങ്ങൊക്കെ ചെയ്യപ്പെട്ട ആളുകൾ, അവർ മണി ഈസ് ദി റൂട്ട് ഓഫ് ഓൾ എവിൾസ് എന്നുള്ള രീതിയിൽ എല്ലാ പൈശാചികതകളുടെയും മാതാവ് അല്ലെങ്കിൽ മൂലകാരണം കാശാണ് എന്നുള്ള ചിന്താരീതിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അങ്ങനെ പൈസക്കാരെല്ലാവരും പ്രശ്നക്കാരാണെന്നുള്ള നിലയിൽ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അത് ആളുകൾക്ക് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് വിശദീകരിക്കാൻ പറ്റും. നമ്മൾ സൊസൈറ്റി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഇന്ത്യക്കാരുടെ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ ആ ഡിസ്പാരിറ്റി ഉള്ള ഗ്യാപ്പ്, പൈസക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള ഗ്യാപ്പ് ഭയങ്കര വരും. കാരണം ഒരാളെ പൈസ കാണുമ്പോൾ ഇവനെങ്ങനെ ഈ പൈസ ഉണ്ടാക്കുന്നുള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റോ ഒരു താല്പര്യം ഒരു പൂവർ മൈൻഡ് സെറ്റിൽ വരുന്നില്ല. അപ്പോൾ ആ പൂവർ മൈൻഡ് സെറ്റ് ആരും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഉറപ്പായിട്ടും ഇവൻ ഭയങ്കര ലക്കി പേഴ്സൺ ആയിട്ടാണ് ആദ്യം അവനെ കാണുന്നത്. പൈസക്കാരനെ കാണുമ്പോൾ ലക്കി മാൻ അങ്ങനെ ഒരു കാഴ്ചപ്പാടിന് കാണും. അല്ലെങ്കിൽ എന്തായിരിക്കും അടുത്ത ചിന്താഗതി, ഇവൻ്റെ പിന്നിൽ ഏതോ ഒരു പൈസക്കാരനുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ കുടുംബപരമായ പൈസ കൊണ്ടാണ് അവർക്ക് പൈസ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അവന് എന്താ പറയുക എന്തോ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഏതോ ബിനാമി ഉണ്ട്, ഏതോ രാഷ്ട്രീയക്കാരന് അവനെ പൈസ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ചിന്താഗതി അതായിട്ട് അങ്ങനെ കോപ്പായിട്ട് പോകണം മനുഷ്യൻ. അങ്ങനെ നമ്മൾ പണ്ടൊക്കെ ഈ ഗൾഫിൽ നിന്ന് കാശുണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ച് എന്താ പറയുക, അവൻ അറബിന്റെ കാശ് കട്ടാന്നാ പറയുന്നത്. അല്ലാതെ അവന്റെ ഒരു അധ്വാനം കട്ടിട്ട് അങ്ങനെ പറയാം നാട്ടില്, പ്രത്യേകിച്ച് കുറച്ച് കാരണവന്മാരൊക്കെ ആയ ആളുകളാണെങ്കിൽ അങ്ങനെ പറയൂ. അല്ലാതെ അയാളുടെ ഒരു കഠിനാധ്വാനത്തിനെ കുറിച്ചോ അയാളുടെ ഒരു എക്സ്പേർട്ടിയോ അല്ലെങ്കിൽ ടാലന്റോ സ്കില്ലോ ഒന്നും തന്നെ ചർച്ചയിൽ വരികയില്ല. നമ്മളെ ആൾക്കാർ ഇത് പൈസ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഒരു സക്സസ്ഫുൾ ആളെ കാണുമ്പോൾ അയാളുടെ അടുത്ത് പോയിട്ട് അയാളുടെ സക്സസ് സ്റ്റോറി പഠിക്കാനോ, എങ്ങനെ ഹൗ ദിസ് പേഴ്സൺ മെയ്ഡ് മണി, അല്ലെങ്കിൽ വാട്ട് ഈസ് ദി സക്സസ് സ്റ്റോറി ഓഫ് ദിസ് പേഴ്സൺ ബിഹൈൻഡ് ദിസ് വെൽത്ത് എന്നുള്ളൊരു എൻക്വയറി സാധാരണക്കാരൻ്റെ അടുത്ത് വരുന്നില്ല. അതുകൊണ്ടാണ് ഇത്ര വലിയ ഗ്യാപ്പ് വരുന്നത്. പിന്നെ ഈ പൈസ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ദി മണി ഈസ് ദി റൂട്ട് ഓഫ് ഓൾ ദി ഈവിൾ. ശരിക്കും ലാക്ക് ഓഫ് മണിയാണ് ഓൾ ദി റൂട്ട് ഓഫ് ഓൾ ദി ഈവിൾ. പൈസ ഇല്ലാണ്ടാകുമ്പോഴാണ് മനുഷ്യൻ ക്രൈം ചെയ്യുന്നതും. ഇപ്പം നമ്മൾ സറൗണ്ടിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൂവർ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു പൂവർ സൊസൈറ്റിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയാണ് കൂടുതലും ഡ്രഗ് ആക്ടിവിറ്റീസും ക്രൈമും ഓൺലൈൻ തട്ടിപ്പറിയും മറ്റ് പ്രോബ്ലംസ് ഒക്കെ കൂടുതലും നടക്കണം അവിടെയാണ്. എക്സാക്ട്ലി. ഇപ്പോൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞ പോലെ പോവർട്ടി ഈസ് ദി പാരന്റ് ഓഫ് റെവല്യൂഷൻ ആൻഡ് ക്രൈംസ് എന്നാണ്. അതായത് ഈ വിപ്ലവങ്ങളുടെയും അല്ലെങ്കിൽ ഈ കുറ്റകൃത്യങ്ങളുടെയും ഒക്കെ പാരൻ്റായിട്ട് വരുന്നത് ദാരിദ്ര്യമാണ് എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫിലോസഫിക്കലൊക്കെ ആയിട്ട് പഴയ കാലത്ത് ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെ. പക്ഷെ പിന്നീട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിനേക്കാൾ പോപ്പുലർ ആയിട്ടുള്ള ടീച്ചിങ്സ് നമ്മുടെ സൊസൈറ്റിയിലേക്ക് വരികയാണ്. കാശ് ഒരു ഭാഗത്ത് അടിഞ്ഞുകൂടുന്നും അത് പാവപ്പെട്ടവരെ ചൂഷണം ചെയ്തിട്ടാണെന്നും അങ്ങനെയൊക്കെ പറയെങ്കിലും ഇപ്പോൾ യഥാർത്ഥത്തിൽ കൂടുതൽ ക്യാപിറ്റലിസം ഉള്ള രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നാസർക്ക് പറഞ്ഞ ഈ മണി ഡിസ്പാരിറ്റി കുറവാണ് അല്ലേ. അവിടെ സാധാരണക്കാരിൽ പോവർട്ടി കുറവാണ്. അങ്ങനെയാണ് അവിടുത്തെ ക്രൈമുകൾ കുറഞ്ഞു വരുന്നതും അല്ലെങ്കിൽ വിപ്ലവങ്ങൾ കുറഞ്ഞു വരുന്നതും ഒക്കെ അല്ലേ. ഇപ്പോൾ നമ്മൾ ചില അറബ് രാജ്യങ്ങളൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ പ്യുവർ ക്യാപിറ്റലിസം ഉണ്ട്, അവിടെ ഡെമോക്രസി ഇല്ല, അവിടെ ഏകാധിപത്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ദാരിദ്ര്യം കടന്നു ചെല്ലുന്നില്ല. അതുകൊണ്ടായിരിക്കാം അവിടെ വിപ്ലവങ്ങൾ ഇല്ലാതിരിക്കുന്നതും അല്ലേ. പല കാരണങ്ങളുണ്ട്. സോ ലാക്ക് ഓഫ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ദി ഈവിൾ എന്ന് ഇപ്പോൾ നമ്മൾ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ സംഭാഷണത്തിൽ നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പൈസ ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതൽ ഈവിൾ ആക്ടിവിറ്റീസ് വരുന്നത്. മണി എന്ന് പറഞ്ഞാൽ വളരെ ന്യൂട്രലാണ്. നിങ്ങൾക്ക് നല്ലതും ചെയ്യാം, അതുകൊണ്ട് ചീത്ത കാര്യങ്ങളും ചെയ്യാം. യു ക്യാൻ ഡു ഗുഡ് ആൻഡ് യു ക്യാൻ ഡു ബാഡ് ആൾസോ വിത്ത് മണി. സോ മണി ഈസ് ന്യൂട്രൽ. പക്ഷെ നമ്മളുടെ പൈസ ഉണ്ടാക്കാന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൈൻഡ് സെറ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹംഗ്രിയാണ്. നമുക്ക് പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ സക്സസ് ആവണം എന്നുള്ളൊരു ഹംഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതല്ല നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഇത് അവൻ്റെ ഭാഗ്യമാണ്, അല്ലെങ്കിൽ അവൻ എന്തോ ഒരു കുരുത്തക്കേട് ഒപ്പിച്ചിട്ട് ഇത്ര പൈസ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു അസൂയ നമ്മുടെ നാട്ടിൽ മൊത്തത്തിലുള്ളൊരു സാധനമാണ്.
അങ്ങനെ ലെവലിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ ഗ്യാപ്പ് ഭയങ്കരമായിട്ട് വരും. അത് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് പുതിയ ജനറേഷനൊക്കെ ഇപ്പൊ കൂടുതൽ ആ ഒരു മൈൻഡ് സെറ്റ് എന്നൊക്കെ അല്ലേ ഒക്കെ മാറിയിട്ടുണ്ട്. ഞാനേ രസകരമായിട്ടുള്ളൊരു എൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് പറയാം. അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള ഈ കൂട്ടുകെട്ടിൽ വളരെ ജനറസ് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നേ, ഒരു സുഹൃത്ത് വളരെ ജനറസ് ആണ്. അയാൾ കാശൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ താല്പര്യമുള്ള ആളാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വളരെ വീക്കാണ്. ഓക്കെ, പക്ഷേ ഒരാളെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അയാൾക്ക് കഴിയുന്ന രീതിയിൽ അയാൾ കാശെടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ കാശുള്ള ആളുകളുടെ അടുത്തേക്ക് പോയിട്ട് അത് സംഘടിപ്പിച്ച് കൊടുക്കാനും ഒക്കെ മിടുക്കനായിട്ടുള്ള ആളാണ്. പക്ഷേ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മോശമായതുകൊണ്ട് മാത്രം അയാൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ല, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല. വേറെ ഒരു സുഹൃത്ത് അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പരുക്കനാണ്. അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവന് ഇല്ലയെന്ന് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ പറയും. ഉണ്ടെങ്കിലും സഹായിക്കാമെന്നുണ്ടെങ്കിലും അവന് ഒരു റൂട്ടീനുണ്ട് ചാരിറ്റിക്ക്. അതായത് അവൻ്റെ മന്ത്ലി ശമ്പളത്തിൽ നിന്നോ അല്ലെങ്കിൽ അവന് ചെറിയ ബിസിനസ്സും കാര്യങ്ങളും, അപ്പോൾ അതിൽ നിന്നൊക്കെ എടുക്കുന്ന ഒരു സംഖ്യ അവന് സ്ഥിരമായിട്ട് കൊടുക്കുകയും ചെയ്യും. പക്ഷേ ആളുകൾക്കിടയിൽ അവൻ അത്ര സ്വീകാര്യനല്ല. കാരണം ഇവൻ്റെ ഈ പരുക്കൻ സ്വഭാവം കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇവർ രണ്ടുപേരുടെയും വ്യത്യാസം ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു വർഷം ഈ നല്ലവനായ മനുഷ്യൻ ചെയ്യുന്ന ചാരിറ്റിയും ഈ പരുക്കനായ മനുഷ്യൻ ചെയ്യുന്ന ചാരിറ്റി നോക്കുമ്പോൾ ഈ പരുക്കനായിട്ടുള്ള ആൾ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ. അയാൾ മറ്റുള്ള ആളുകളെക്കാൾ കൂടുതൽ സമൂഹത്തിന് ഗുണമുണ്ട് അയാളെ കൊണ്ട്. പക്ഷെ സംസാരിക്കുമ്പോൾ അയാൾ സ്ട്രോങ് ആണ്, തരാൻ പറ്റാത്ത തരില്ല എന്ന് പറയും. പക്ഷെ അയാൾക്ക് നല്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി അപ്പൊ ഡിസിപ്ലിൻ ഇല്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇങ്ങനെ ഉള്ള ഒരു ബിഹേവിയറും കൂടി ഒക്കെ നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ്. അപ്പോൾ കാശുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന് കൂടുതൽ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നുണ്ട്. കാശില്ലാത്തവന് സംസാരമൊക്കെ ഉണ്ട്, മനോഹരമായ സംസാരമൊക്കെ ഉണ്ട്, പക്ഷെ എന്താണ് അവൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ് അല്ലേ. അപ്പം കാശ് അല്ല, പോവർട്ടി തന്നെയാണ് യഥാർത്ഥത്തിൽ എല്ലാ കുറ്റകൃത്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ആളുകൾ ബാക്ക്വേർഡ് ആയിട്ട് ചിന്തിക്കുന്നതിൻ്റെ ഒരു കാരണം. ഇനി ഇൻഡിവിജ്വലായിട്ട് മാത്രമല്ല, വ്യക്തിപരമായിട്ട് മാത്രമല്ല ഇത്തരം ഒരു മൈൻഡ് സെറ്റ് അഫക്റ്റ് ചെയ്യുക, സൊസൈറ്റിയെ മൊത്തത്തിൽ തന്നെ അഫക്റ്റ് ചെയ്യാൻ തക്ക രീതിയിലുള്ള അല്ലേ. സൊസൈറ്റി കംപ്ലീറ്റ് ആ ഒരു ലെവലിലേക്ക് മാറും. അതെ, സൊസൈറ്റിനെ ബാക്ക്വേർഡ് ആക്കും അല്ലേ. ഇപ്പം ഇങ്ങനെ 10 ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കാശുണ്ടാക്കുന്നതിനെ മോശമായിട്ട് കാണുകയും, എന്നാൽ കാശുള്ള സൊസൈറ്റിയിലല്ലേ ഈ മണി ഫ്ലോ ആവുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റിച്ച് ആൾക്കാരുണ്ടല്ലോ, നമ്മൾ നോക്കുകയാണെങ്കിൽ റിച്ച് ആൾക്കാരുടെ കൂടുതൽ ഫ്രണ്ട്സും റിച്ച് ആയിരിക്കും. അതെ, പാവപ്പെട്ടവൻ്റെ ഫ്രണ്ട്സ് കൂടുതലും പാവപ്പെട്ടവനെയാണ്. അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ശരിക്കും അങ്ങനെ തേടി പിടിക്കുന്നില്ല. ലോ അട്രാക്ഷന് നിങ്ങളൊരു സക്സസ്ഫുൾ പേഴ്സൺ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ സക്സസ്ഫുൾ ആൾക്കാർ തേടി വരും. അതെ, പിന്നെ നിങ്ങൾ കൂടുതലും സക്സസ്ഫുൾ ആയ ആൾക്കാരായിട്ട് മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ സംസാരങ്ങളും നിങ്ങളുടെ എന്താ പറയുക ഇടപെടലുകളും കൂടുതലൊക്കെ ഈ സക്സസ്ഫുൾ പീപ്പിളായിട്ട് വരും. കാരണം നാച്ചുറലി ആ ഗ്യാപ്പ് അവിടെയും വരും ഓട്ടോമാറ്റിക്കായിട്ട്. നിങ്ങളപ്പോൾ എപ്പോഴും നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ഒരു പൈസക്കാരൻ അല്ലെങ്കിൽ സക്സസ്ഫുൾ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് അവനെ കുശുമ്പോട് കാണാതെ അവൻ്റെ അടുത്ത് എന്തെങ്കിലും ലേൺ ചെയ്യുക, അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് കൂടുതലും വളരെ ക്ലോസ് ആയിട്ട് അപ്രോച്ച് ചെയ്യും. കാരണം അങ്ങനെ ഉള്ള ഒരു സ്കില്ല് ഉള്ളത് കൊണ്ടായിരിക്കാം അവർ സക്സസ്ഫുൾ ആയത്. അതെല്ലാവരും ഹെൽപ്പ് ചെയ്യലല്ലോ ചെയ്യുക. എല്ലാവരും അടുത്ത് കൂടുന്നത് ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ സഹായിക്കാനോ അല്ല. എല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും വേറെ അടുത്ത് പോവാം. പക്ഷെ അത് തെറ്റല്ല. ഒരു ആർക്കും ഹാം അല്ലെങ്കിൽ ഒരു ദോഷമില്ലെങ്കിൽ, പക്ഷെ മറ്റൊരാളെ ദോഷപ്പെടുത്തിയിട്ടും എനിക്ക് ഗുണം കിട്ടണമെന്ന് ഉള്ള മൈൻഡ് സെറ്റിലുള്ള ഒരാളെ തിരിച്ചറിയലും ഒരു സ്കില്ലിൻ്റെ ഭാഗമാണ് അല്ലേ.